നമ്മൾ പഴയ തലമുറയ്ക്ക് സിനിമയെന്ന് പറയുന്നൊരു അത്ഭുതമായിരുന്നല്ലേ. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, 10ൽ പഠിക്കുമ്പോൾ സിസ്റ്റർമാരുടെ മഠത്തിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഒരു സിനിമ ഇട്ട് തന്നാൽ കാണാൻ പറ്റും. അതും എല്ലാ ഞായറാഴ്ചയും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ സിനിമ കാണാൻ കൊതിയോടെ കാത്തിരിക്കാറുണ്ട്. പിന്നെ അന്നത്തെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന് നല്ല കഥയും കഥാപാത്രങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ സിനിമകളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കാണാൻ മാത്രം കൊള്ളാം. നമ്മളതിൻ്റെ കഥ മറന്നു പോകും. പിന്നീട് ഇതിലേക്ക് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നമ്മളോർത്ത് അതിൻ്റെ കഥ നമുക്ക് ഓർത്തിരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഒരു പ്രാവശ്യം ഒന്ന് കാണാൻ കൊള്ളാം. പക്ഷേ പഴയ സിനിമയോ 90s 80siലുള്ള സിനിമകളൊക്കെ കഥകൾ നമ്മളിപ്പോഴും മനഃപ്പാടമല്ലേ. ഒരു സിനിമ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറ സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാം സുലഭമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ കാരണം കൊണ്ടായിരിക്കാം. വല്ലപ്പോഴും കാത്തിരുന്ന് കാണുന്ന സിനിമേനെക്കാട്ടിലും ഇപ്പം എല്ലാവർക്കും സുലഭമായിട്ട് സിനിമകളൊക്കെ കാണാൻ പറ്റുന്നത് കൊണ്ടായിരിക്കാം നമ്മളതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നതും അങ്ങനെയൊക്കെ ഒരിത്. പിന്നെ 2019 2022 കോവിഡ് വന്നതിന് ശേഷം എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഇൻവോൾവായി. കാരണം എല്ലാവർക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. അപ്പം നമുക്ക് സിനിമ വേണേൽ ഡൗൺലോഡ് ചെയ്ത് കാണാം. ഇറങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ സിനിമകൾ കാണാൻ പറ്റും. അങ്ങനത്തെ ഇതൊക്കെ വന്നു. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. നമ്മളൊക്കെ പണ്ട് ഒരു സിനിമ ഇറങ്ങിയാൽ അത് TV-യിൽ വരാൻ വേണ്ടി എത്ര നാൾ കാത്തിരിക്കും അല്ലേ. അതൊക്കെ നല്ലൊരു സുവർണ്ണമായ കാലഘട്ടമായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ കാലം നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ പഴയ ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂൾ ലൈഫ്, അങ്ങനെ എല്ലാം നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ UK-യിൽ ഇപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങി. കാറ്റും മഴയും നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഞാനതൊക്കെ വേറെ പോട്ടിലേക്ക് മാറ്റി നട്ട് വെക്കുവാണ്. അപ്പം നട്ടിട്ട് അത് നമുക്ക് വീടിൻ്റെ ഓരോരോ കോർണറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ചെടികൾ എപ്പോഴും നമുക്ക് റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒന്നാണല്ലോ. അപ്പം ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങൾക്ക് സ്നേഹത്തോടെ സമ്മാനിച്ച് ഈ ചെടികൾ ഞാൻ ഓരോരോ സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി വീട് കൂടുതൽ മോഡിഫൈ ചെയ്യാനുണ്ട്. അകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അന്നേരം പ്രോപ്പറായിട്ടുള്ള ഫ്ലവർ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ചെടികളൊക്കെ സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒത്തിരി നന്ദിയുണ്ട്. ചെടികൾ എപ്പോഴും നമുക്ക് ജീവശ്വാസം തരുന്ന ഒന്നാണല്ലോ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ വിൻഡോസൊക്കെ അത്ര കാര്യമായിട്ട് അങ്ങനെ തുറന്നിടാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം തണുപ്പാണ്. നമ്മൾ ഹീറ്റിങ്ങൊക്കെ ഓൺ ചെയ്തേക്കുന്നത് കൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ചെടികൾ നമുക്ക് ജീവശ്വാസം തരാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഒത്തിരി റിഫ്രഷ്മെൻറ്റ് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പം പുതിയ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഹാവ് എ ഗുഡ് ടൈം. ബൈ.